ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റുന്നത് മുമ്പ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഉണ്ടാവും 2 മൂക്കിലും കൂടെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് പ്രകാശൻ. അതെ. കാസർഗോഡ്. എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ സൗത്ത് തൃക്കേപ്പിൽ വളവറ. അലർജിയുടെ ബുദ്ധിമുട്ടുകളായിട്ട് കുറെ നാളായിട്ട് പ്രശ്നങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ? തുടക്കത്തിൽ കണക്ക് ഇപ്പോൾ പൊടി അടിച്ചു കഴിഞ്ഞാൽ മൂക്ക് ബ്ലോക്കായി. പിന്നെ നമുക്കതിന് ഒന്നും പിന്നെ എന്താ പറയണ്ടത്, തലവേദന പിന്നെ മൂക്കൊലിപ്പ് വന്നു. ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കുറച്ച് നാൾ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. മരുന്ന് കഴിച്ചപ്പോൾ ഞാനിപ്പോൾ 2 ആഴ്ച കഴിച്ചല്ലോ. ഗുളികയും കഴിച്ച പിന്നെ ഇപ്പോൾ മുടിയൂടെ ശ്വാസിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്വാസിക്കാൻ പറ്റില്ല. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. തലവേദന അങ്ങനെ നമുക്ക് പിന്നെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ആദ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മീറ്റിങ്ങിന് പോയാലോ, അപ്പൊ അവര് പറയുന്നത് നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒരു ഓർമ്മക്കുറവ് പോലെ, ഒരു മന്ദത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. പിന്നെ മുഖത്തിന്റെ ഷേപ്പിലും ഇദ്ദേഹത്തിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വരുന്ന സമയത്ത് ഒരു പഫിനെസ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞാണ് പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന മുഖം പോലെ ആയിരുന്നു. മുഖത്തെ നീർക്കെട്ട മാറിയിട്ടുണ്ട്. അതുപോലെ മൂക്കിനുള്ളിൽ ഉണ്ടായിരുന്ന ദശയൊക്കെ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പം മൂക്കടപ്പില്ലാതെ കൃത്യമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. സ്മെല്ലിനൊന്നും പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ശരി. എനിക്കിപ്പോ ടൗണിൽ പോലെ നമ്മളെ ഊത്തിന്റെ ശരിക്കും പോണ അറിയാം. മുമ്പ് എനിക്ക് അറിയാറില്ല. കൃത്യമായ ഛർദിക്കാൻ പറ്റുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു വിഷയമില്ല. അറിയാൻ പറ്റില്ല. സ്മെല്ലിൽ എന്തോ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളോട് നമ്മളെ വണ്ടി ടൗണിൽ വരുമ്പോ പറയും എനിക്ക് ശരിക്കും മൂക്കിന് മണം അറിയാൻ പറ്റുന്നുണ്ട്. അലർജിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ടാക്കും. ചിലപ്പം എന്താ പറയുന്നത്, നമ്മുടെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ സ്മെല്ല് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം ചേട്ടൻ ഉണ്ടായിരുന്ന പോലെ തന്നെ ബ്രെയിൻ ഫോഗിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ചിന്തയും അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള റെസ്പോൺസും എല്ലാം കുറയുന്ന ഒരു അവസ്ഥ. അതും അലർജി കൊണ്ട് നമുക്ക് ഈ സൈനസിലോ അല്ലെങ്കിൽ തലയിലോ കൂടുതൽ കഫം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതെല്ലാം ഇപ്പൊ നോർമലാണ്. ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റുന്നത് മുമ്പ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഉണ്ടാവും 2 മൂക്കിലും കൂടെ എടുക്കാൻ പറ്റുന്നുണ്ട്.